കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. റൊട്ടേഷൻ സമ്പ്രദായമൊന്നും നടപ്പിലാക്കാൻ പാർട്ടിക്ക് സാധിക്കില്ല. എങ്കിലും നിർണായക തിരഞ്ഞെടുപ്പിൽ സ്ഥിരം മുഖങ്ങളെ മാറ്റി നിർത്തി പുതുമുഖങ്ങളെ രംഗത്തിറക്കാനുള്ള സാധ്യതകൾ നേതാക്കൾ തേടിക്കഴിഞ്ഞു. കണ്ടുപഴകിയ നേതാക്കളെ മാറ്റി അവരെ സംഘടനാ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം ചുറുചുറുക്കുള്ള നേതാക്കന്മാരെ വേണം കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിന് ഇറക്കാൻ. വോട്ടർമാർക്ക് കോൺഗ്രസിൽ ഒരു പുതുമ ഉണ്ട് എന്ന തോന്നൽ ഉളവാക്കാൻ ഈ നീക്കം അനിവാര്യമാണെന്ന് പറയേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാലങ്ങളായി കേൾക്കുന്ന പല്ലവിയാണ് തലമുറ മാറ്റം. ഇക്കുറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തലമുറ മാറ്റം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 50% യുവാക്കൾക്ക് പ്രാതിനിധ്യം സ്ഥാനാർത്ഥി പട്ടികയിൽ സതീശൻ ഉറപ്പു പറയുമ്പോൾ എത്രമാത്രം അത് നടപ്പിലാകുമെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ഈ പ്രഖ്യാപനങ്ങൾ വെറും കടലാസിൽ ഒതുങ്ങുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. പലകുറി മത്സരിച്ച് ജനപ്രതിനിധിയായ സൂപ്പർ സീനിയർ നേതാക്കൾ സീറ്റ് മോഹവുമായി തലസ്ഥാന ജില്ലയിലെ സീറ്റുകൾ ലക്ഷ്യമിട്ട് രംഗത്തിറങ്ങിയെന്ന് കോൺഗ്രസിൽ മുറുമുറുപ്പ് ഉയരുന്നുണ്ട്. തിരുവനന്തപുരം ഇനിയും കോൺഗ്രസിന് അകലെയാണ്. നിയമസഭയിൽ കാര്യമായ പ്രാതിനിധ്യം തലസ്ഥാന ജില്ലയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇക്കുറി കോർപ്പറേഷനിൽ 20 സീറ്റിൽ ജയിക്കാനായി എന്നതുകൊണ്ട് അവിടെ CPM-നെയും LDF-നെയും വില കുറച്ച് കാണരുതെന്നാണ് പറയാനുള്ളത്. കാരണം കോർപ്പറേഷൻ കൈവിട്ടെങ്കിലും തലസ്ഥാന ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും LDF തന്നെയാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം ജില്ലയിലെ 4 പ്രധാന മണ്ഡലങ്ങളിലേക്ക് കണ്ണുവെച്ച് 75 വയസ്സ് പിന്നിട്ട നേതാക്കൾ നടത്തുന്ന പടയൊരുക്കം കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമാകുമെന്ന് പറയേണ്ടി വരും. പതിറ്റാണ്ടുകളോളം അധികാരത്തിലിരുന്ന് അതിന്റെ സുഖമറിഞ്ഞ MM ഹസനും പാലോട് രവിയും MA വാഹിദും വീണ്ടും മത്സര രംഗത്തേക്ക് ഇറങ്ങാൻ ചരട് വലിക്കുന്നതായാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് VM സുധീരൻ പറയും പോലെ ഞാനിനി മത്സരത്തിനില്ല എന്ന് നിലപാട് സ്വീകരിക്കാതെ മൂവരും വാചക കസരത്ത് നടത്തുന്നത് കേട്ടുകേൾവികളെ ബലപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ ജനം ഫീൽഡ് ഔട്ട് ആക്കിയ ഇവർ വീണ്ടും സീറ്റ് തേടി ഹൈക്കമാൻഡിൽ മണിയടിക്കുന്നത് തോൽവി ഇരന്നുവാകുന്നതിന് തുല്യമാണെന്ന് പറയേണ്ടി വരും. വിശ്രമ ജീവിതത്തിലേക്ക് വഴിമാറി നടന്ന് അടുത്ത തലമുറയ്ക്ക് വഴി കാണിച്ചു കൊടുക്കേണ്ടവർ യുവതലമുറയുടെ വഴിമുടക്കികളായി മാറുന്നത് ലജ്ജാകരമാണ് എന്ന് അണികൾ പോലും പറയുന്നുണ്ട്. KPCC ജനറൽ സെക്രട്ടറിയും മികച്ച പ്രാസംഗികനുമൊക്കെയായ BRM ഷഫീറിനെ പോലെയുള്ളവർ നിയമസഭയിൽ എത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത്തരം നേതൃത്വം പാർട്ടിയാകെ ആവശ്യപ്പെടുന്ന നേരമാണിത്. ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും പാർട്ടിക്കായി മൂർച്ചയുള്ള വാക്കുകൾ പ്രതിരോധം തീർക്കുന്ന ഷഫീറിനെ പോലെയുള്ള പ്രതിഭകളെ തഴയുന്നത് ആത്മഹത്യാപരമാണ്. ജില്ലാ പഞ്ചായത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സുധീർ ഷയുടെ കരുത്തും തള്ളിക്കളയാനാവുന്നതല്ല. മുൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായിരുന്ന സുധീർ ഷാ എന്തുകൊണ്ട് മത്സരിക്കാൻ യോഗ്യനാണ്? വിവാദങ്ങളുടെ മാലപ്പടക്കത്തിന് തീപിടിച്ചിട്ടും പാലോട് രവിയെ പോലുള്ളവർ മണ്ഡലം തേടിയിറങ്ങുമ്പോൾ അത് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. MA ഹസനെ പോലെയുള്ള തിരുക്കൊച്ചി മേഖലയിൽ തെക്ക് നിന്ന് വടക്കോട്ട് ദേശാടന പക്ഷിയെ പോലെ മണ്ഡലം തേടി നടക്കുന്ന നേതാക്കൾക്ക് സ്വന്തം പാർട്ടിയിലെ യുവജനങ്ങളുടെ കഴിവിൽ വിശ്വാസം ഇല്ലേ എന്ന ചോദ്യം ബാക്കിയാകുന്നുണ്ട്. ആൾക്കൂട്ടത്തെ ആവേശം കൊള്ളിക്കുന്ന ഷഫീറിനെയും സംഘാടകൻ എന്ന നിലയിൽ ജില്ലയിലെ യുവ കോൺഗ്രസിനെ നയിച്ച സുധീഷയെയും യുവജന പോരാട്ടങ്ങളിലൂടെ കരുത്തു കാട്ടുന്ന അഭിജിത്തിനെയും പോലുള്ള യുവാക്കൾക്ക് നിയമസഭയിലേക്ക് വഴി തുറന്നു കൊടുക്കാൻ മുതിർന്നവർ തയ്യാറാകണം എന്ന ആവശ്യം ശക്തമായി കഴിഞ്ഞു. അധികാരം എന്നും തങ്ങൾക്ക് തന്നെ വേണമെന്ന വാശി ഉപേക്ഷിച്ച് അണികളുടെ ആവേശം കാത്തു സൂക്ഷിക്കാൻ യുവത്വത്തിന് അവസരം നൽകുകയാണ് മുതിർന്നവർ ചെയ്യേണ്ടതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്.